അപ്പോൾ കാന്താര കണ്ടിരുന്നു. കുറച്ച് പേർക്കെങ്കിലും ഡൗട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ദൈവഗണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എക്സ്പ്ലനേഷൻ ആണ്, അതുകൊണ്ട് സിനിമ കണ്ടൊരു മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ സ്പോയിലർ ഉണ്ടാവും, ഉറപ്പാണ്. അപ്പോൾ നേരെ പോയേക്കാം. കാന്താര അവസാനം കൊണ്ട് നിർത്തിയ സ്ഥലത്ത് നിന്നല്ല ഈ ഒരു സിനിമ തുടങ്ങുന്നത്. ശിവയുടെ അച്ഛൻ മായയായി പോയി കഴിഞ്ഞ് ശിവ ഈ സ്റ്റോറി ചോദിക്കുന്നതായിട്ടാണ് പടം തുടങ്ങുന്നത്. ഇതെല്ലാം തുടങ്ങുന്നത് കാന്താര എന്ന കാട്ടിലാണ്. തുടക്കം തന്നെ പറയുന്നുണ്ട്, ധർമ്മത്തെ സംരക്ഷിക്കാനായിട്ട് ദൈവഗണങ്ങളെ ഭൂമിയിലേക്ക് അയച്ചിട്ടുണ്ട് എന്ന്. അതെല്ലാം വന്നു ചേർന്നത് ഈ ഒരു പുണ്യഭൂമിയിലേക്ക് എന്നും കൂടി പറയുന്നുണ്ട്. ഏതൊക്കെ ദൈവഗണങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളതെന്ന് നോക്കാം. കാന്താര ഫസ്റ്റ് പാർട്ടിലുള്ള പഞ്ചുരുളിയും ഗുളികനും, അതുകൂടാതെ പുലിദൈവം, ബ്രഹ്മരക്ഷസ്, പിന്നെ ക്ലൈമാക്സിൽ വരുന്ന ചാമുണ്ടി. ഇതെല്ലാം ശിവന്റെ ഗണങ്ങളാണ്. ചാമുണ്ടിയെ ശിവൻ തന്നെ ക്രിയേറ്റ് ചെയ്തതായി ഒരു മിത്തുണ്ട്. പുലിദൈവം എന്നൊരു ആർട്ട് ഫോമും നമുക്ക് ഇടയിൽ ഇവിടെ ഉണ്ട്. ഇത്രയും ശിവഗണങ്ങളെയാണ് നമ്മൾ സെക്കൻഡ് പാർട്ടിൽ കാണുന്നത്. ബാംഗ്ലൂരുടെ രാജാവിന്റെ അതിർത്തിയിൽ നിന്നാണ് ഈ ഒരു യുദ്ധം തന്നെ ഉണ്ടാകുന്നതെന്ന് പറയാൻ പറ്റും. തുടക്കം തന്നെ കാന്താരയിലെ കുറെ പേരെ അവിടെ രാജാവ് പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അതായത് നമ്മുടെ ജയറാമിന്റെ ക്യാരക്ടറിന്റെ അച്ഛൻ അടിമകളായിട്ടാണ് കൊണ്ടുപോകുന്നത്. ഇതെല്ലാം അവിടെ ഇരുന്ന മായാരൂപൻ എന്നൊരു ക്യാരക്ടർ കാണുന്നുണ്ട്. ഒരുപക്ഷെ ഈ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് കാന്താരയിലെ ജനങ്ങളുടെ കാവലായിരിക്കാം. രാജാവ് ഇവരൊക്കെ പിടിച്ചോണ്ട് പോയതിന് തിരിച്ചടി കൊടുക്കാൻ തന്നെയാണ് സ്വന്തമായി രാജാവിന് മുമ്പിൽ പിടികൊടുത്ത് രാജാവിനെ കാന്താരയിലേക്ക് മായരൂപൻ എത്തിച്ചത്. അവിടെ വെച്ച് പറയുന്നുണ്ട്, മായരൂപന്റെ മായയിൽ രാജാവ് വീണുവെന്ന്. അവിടെ വെച്ച് ഗുളികൻ രാജാവിനെ കൊന്നുകളയും. രാജാവിന്റെ മകൻ, അതായത് നമ്മുടെ ജയറാമിന്റെ ക്യാരക്ടർ, ഇതെല്ലാം കണ്ട് പേടിച്ച് കടപ്പദിക്കിലേക്ക് വഴിമാറിപ്പോവും. ഈ കടപ്പദിക്കിലുള്ളവരെന്ന് പറയുന്നത് ഈശ്വരന്റെ ശക്തി കൺട്രോൾ ചെയ്ത് പ്രകൃതിയെ കൺട്രോൾ ചെയ്യാൻ നിൽക്കുന്നവരാണ്. അവരിങ്ങനെ ഒരു ശക്തി ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞ് കാന്താര സ്വന്തമാക്കാൻ ആഗ്രഹിക്കും. അതുകൊണ്ട് രാജാവിന്റെ മകനായിട്ട് ഒരു കണക്ഷൻ നിലനിർത്താം എന്നാണ് അവർ വിചാരിച്ചത്. അത് കറക്റ്റായിട്ട് നടക്കുകയും ചെയ്തു. രാജാവിന്റെ ഇളയ മോള് ജനിക്കുമ്പോൾ തന്നെ കാലിനും കൈയിനും ചലനശേഷി നഷ്ടപ്പെടുകയും കടപ്പദിക്കിലുള്ളവരുടെ ഒരാളുടെ മുലപ്പാൽ കൊടുത്ത് അതവർ ശരിയാക്കി കൊടുക്കും. രാജാവിന് അവരോടൊരു കടപ്പാടുമായി. പിന്നെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഏകദേശം മനസ്സിലാവുന്നതാണ് കാണുമ്പോൾ തന്നെ, ഇന്റർവെൽ വരെയൊക്കെയുള്ള കാര്യങ്ങൾ. ഭാവിയിൽ കാന്താരയിലെ ദൈവഗണങ്ങളെ ആരെങ്കിലും ബന്ധിച്ചു കഴിഞ്ഞാൽ കാന്താരയുടെ രക്ഷകനാകാൻ പോകുന്നവനെയാണ് ആ ഒരു കിണറ്റിൽ നിന്ന് കിട്ടിയ ബർമ എന്ന് പറയുന്ന ഋഷഭ് ഷെട്ടിയുടെ ക്യാരക്ടർ. കാരണം ക്ലൈമാക്സ് സീനിലായിട്ട് പറയുന്നുണ്ട്, മായരൂപം പറയുന്നുണ്ട്, നിന്റെ ജനന ഉദ്ദേശം നീ അറിയാൻ സമയമായിരിക്കുന്നു എന്ന്. ശരിക്കും ബർമയുടെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് പുലിദേവമാണ്. അതാണ് പടത്തിന്റെ ഇന്റർവൽ സീനായിട്ട് നമ്മൾ കണ്ടത്. ഈ കാര്യങ്ങളൊക്കെ നടക്കും എന്ന് മുൻകൂട്ടി കണ്ടാണ് ബർമയെ കാന്താരയ്ക്ക് കൊടുത്തത്. ഗുളികൻ കുലശേഖരെ കൊന്നുകഴിഞ്ഞ് അവരുടെ നാട്ടിലേക്ക് കാന്താരയിലെ ദൈവങ്ങളെ കൊണ്ടുപോകണോ എന്ന് ചോദിക്കാനായിട്ടൊരു പ്രാർത്ഥന നടത്തുന്നുണ്ട്. ആ ഒരു ടൈമിൽ പഞ്ചുരുളി ബർമയുടെ അടുത്ത് ചെന്ന് ഞാൻ പ്രസവിച്ച കുഞ്ഞല്ലേ എന്ന് പറയുന്നുണ്ട്. മേ ബി പഞ്ചുരുളി ദേവിയുടെ മകനായിരിക്കാം ബർമ. പിന്നെ ക്ലൈമാക്സിലായിട്ട് ബന്ധനം ഭേദിക്കാനായിട്ട് ആ ഒരു കിണറ്റിലേക്ക് ചെല്ലുന്ന സമയത്താണ് ബ്രഹ്മരക്ഷസിനെ കാണിക്കുന്നത്. പിന്നെ നമ്മുടെ ബർമ ശിവന്റെ രൂപമായി മാറുന്നതാണ്. ആ ഒരു ടൈമിലാണ് ബന്ധനം വേർപെടുന്നത്. ബന്ധനം വേർപെട്ട് കഴിഞ്ഞ് ബർമ ഗുളികനായി മാറുന്നുണ്ട്. പക്ഷെ അവസാനം കനകവതിയെ നേരിടാനായിട്ട് ചാമുണ്ടിയാണ് അവിടെ വരുന്നത്. നിന്നെ വധിക്കാനായിട്ട് എൻ്റെ സഹോദരി വരും എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് രാജാവിനെയും കൊന്ന് ബർമ തന്റെ കർത്തവ്യം പൂർത്തിയാക്കും. അതുകൊണ്ടാണ് ആ ഒരു കിണറ്റിലേക്ക് ബർമ അവസാനം പോകുന്നത്. ആ ഒരു തലമുറ തന്നെയാണ് ശിവയും ശിവയുടെ അച്ഛനും. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് പാർട്ടിന്റെ എൻഡിങ്ങിൽ അവർ എങ്ങോട്ടാണ് പോയതെന്ന് ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ. കുറെ ഡീറ്റെയിലിംഗ് ഉണ്ട് ഈ ഒരു സിനിമയിൽ. കറക്റ്റ് ഫസ്റ്റ് പാർട്ടിന്റെ ഒരു കറക്റ്റ് ഒരു എക്സ്പ്ലനേഷൻ പോലെയാണ് ഈ ഒരു സെക്കൻഡ് പാർട്ടും വന്നിരിക്കുന്നത്. രണ്ടാമത്തെ പ്രാവശ്യം കണ്ടപ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽസ് കിട്ടി. മേ ബി ഇനി OTT ഇറങ്ങിക്കഴിഞ്ഞ് കുറച്ചുകൂടെ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് കമന്റ് ചെയ്തേക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.